ഇനി കേരള സർവകലാശാലയിലേക്ക് പോകാം. അവിടെ പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ അവസാനിക്കുന്നു എന്നൊരു തോന്നിപ്പൽ ഇന്നലെ ഉണ്ടായിരുന്നു. അത്തരമൊരു മധ്യസ്ഥ ശ്രമങ്ങളിലേക്ക് ഗവർണർക്കും സർക്കാരും എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. കേരള സർവകലാശാല അധികാര തർക്കം ഇന്നിപ്പോൾ വീണ്ടും ഹൈക്കോടതിയിലേക്ക് കൂടി എത്തുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. സർവകലാശാലയും വൈസ് ചാൻസലറും ഹൈക്കോടതിയിൽ ഇന്ന് വിശദീകരണം നൽകും. കേരള സർവകലാശാലയിലെ അധികാര തർക്കം രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടമായി മാറുന്നതിനിടെയാണ് രജിസ്ട്രാറുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. സർവകലാശാല പ്രതിസന്ധിയിൽ കോടതി നിലപാടും ഇന്ന് നിർണായകമാകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇന്നിപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജിയാണ് ഹൈക്കോടതിയിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന ഓരോ പരാമർശങ്ങളും വളരെ നിർണായകമായിരിക്കും. എന്താണ് അനിൽകുമാറിന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്? ഇന്ന് അതിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം വിജിൻ? ജിൽസി, എന്തായാലും ഇന്ന് നിർണായകം തന്നെയാണ്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ ഇതിൽ സർവകലാശാലയുടെയും ഒപ്പം തന്നെ VC-യുടെയും വിശദീകരണം ആവശ്യമാണ് എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. സർവകലാശാല സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് അത് സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലാണ് നൽകിയിരിക്കുന്നത്. വൈസ് ചാൻസലർ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം അദ്ദേഹം സെപ്പറേറ്റായി ഒരു അഭിഭാഷകനെ വെച്ചാണ് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കോടതി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ സർവകലാശാലയുടെ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അധികാര തർക്കത്തിൽ ഒരു പ്രധാനമായി മാറുക എന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാലയിൽ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന അധികാര തർക്കം, ഒപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടം, അത് മറ്റൊരു നിയമ പോരാട്ടത്തിലേക്കും ക്രിമിനൽ കേസുകളിലേക്കുമൊക്കെ കടക്കുന്ന സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ വൈസ് ചാൻസലർ തന്നെ വാങ്ങി വെക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. മിനി കാപ്പനോട്, അതായത് വൈസ് ചാൻസലർ ഇൻചാർജ് ചുമതല നൽകിയ മിനി കാപ്പനോട് ആ താക്കോൽ സൂക്ഷിക്കാനും സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോഴോ മറ്റേതെങ്കിലും തരത്തിലുള്ള മീറ്റിംഗുകൾ സംഘടിപ്പിക്കുമ്പോൾ മാത്രമേ സിൻഡിക്കേറ്റ് റൂം തുറക്കേണ്ടതുള്ളൂ എന്ന നിർദ്ദേശം കൊടുത്തു. അതിന് പിന്നാലെയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ മോഷണം പോയി എന്ന് കാണിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെ രജിസ്ട്രാർ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാനില്ല എന്ന് അറിയിച്ചുകൊണ്ട് എന്ന പരാതി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകുകയും ചെയ്തു. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ അവഹേളിച്ചു, അധിക്ഷേപിച്ചു എന്ന് കാട്ടി മിനി കാപ്പനും സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷിജു ഖാനും G മുരളീധരനും എതിരായി പരാതി നൽകുകയും ചെയ്തു. അതിനുശേഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ വീണ്ടും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന കാഴ്ചകൾ ആണ് കണ്ടത്. അത് ജീവനക്കാർ സിൻഡിക്കേറ്റ് ഹാളിലേക്ക് അതിക്രമിച്ച് കടന്നു എന്നുള്ളതായിരുന്നു, യോഗ നടപടികൾ തടസ്സപ്പെടുത്തി എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. അങ്ങനെ ഒരു മാതിരി കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ സർവകലാശാലയിലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും രജിസ്ട്രാർ KS അനിൽകുമാറിനെ അംഗീകരിക്കാൻ VC മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിലാണ് ഇപ്പോഴും ഈ അധികാര തർക്കവും ഒപ്പം തന്നെ ഇത്തരം നാടകീയ നീക്കങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മന്ത്രിമാരായ P രാജീവും ഒപ്പം തന്നെ R ബിന്ദുവും ചാൻസലറായ ഗവർണർ അർലേക്കറെ കണ്ടിരുന്നു. അർലേക്കറുമായി കൂടിക്കാഴ്ചയിൽ സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുടർ ചർച്ചകൾ നടത്താം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നിലവിൽ കേരളയിലെ ഉൾപ്പെടെ സർവകലാശാലകളിലെ പ്രതിസന്ധിയും ഗവർണറുടെ ശ്രദ്ധയിൽ മന്ത്രിമാർ പെടുത്തിയിരുന്നു. അതിൽ പക്ഷേ ഒരു അഭിപ്രായം പറയാനോ തീരുമാനമെടുക്കാനോ ഗവർണർ ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വൈസ് ചാൻസലറോട് ഇക്കാര്യത്തിൽ എന്താണ് വൈസ് ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്നത് അതേ രീതിയിൽ ഉള്ള നടപടികൾ തുടർന്നു കൊള്ളുക എന്നുള്ളതാണ് ചാൻസലർ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മോഹനൻ കുന്നുമ്മൽ ഇപ്പോൾ നടത്തുന്ന നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്തായാലും സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രധാനമെന്ന് സുപ്രീം കോടതിയിൽ ഈ KTUയിലെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെയും ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അതേ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണം, നിഗമനം, നിർദ്ദേശം അത് ഹൈക്കോടതിയും നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ജിൽസി.